കാര്യങ്ങളൊക്കെ വിജയന്റെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ സിമ്പതിയാണ് വിജയ്ക്ക് എന്തായാലും പിടിച്ചു പറ്റുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും പൈസ കൊടുത്തിട്ട് സിമ്പതി പിടിച്ചു പറ്റാനല്ലാണ്ട് വേറെ ഒന്നും എന്തായാലും ഇനി വിജയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നലെ ചെയ്തത് ശരിക്കും ഒരു മണ്ടത്തരമായിരുന്നു. അത് ശരിക്കും പറഞ്ഞ ഒരു പോക്രിത്തരമായിരുന്നു. ഈ സിമ്പതി വോട്ടൊക്കെ എന്തായാലും ഇനിയിപ്പോ ജനങ്ങളോടൊപ്പം ഒന്ന് കാണിക്കാൻ എന്തായാലും വിജയ് ശ്രമിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഫണ്ട് റിയൽ കഴിഞ്ഞ് അവരുടെ വീട്ടുകാരെയൊക്കെ പേഴ്സണലി ഓരോരോ വീട്ടിലും പോയി ചെല്ലുകയും ചെയ്യും. നോട്ട് കെട്ടുകൾ അവരുടെ വീട്ടുകാർക്ക് കൊടുക്കണം. ഫോട്ടോസ്, ബാനർ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പരക്കും ചെയ്യും. വിജയ് ആ മരിച്ച വീട്ടുകാരുടെ അമ്മയുടെ അച്ഛന്റെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്തായാലും കരയുന്നതും വിഷമിക്കുന്നതും എന്തായാലും നമ്മളൊക്കെ ഇനി കാണും. ഇപ്പൊ സ്റ്റാലിന് വെള്ളപൂശാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. കാരണം കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ സ്റ്റാലിൻ ശ്രമിച്ചില്ല, മരിച്ചവരെ പോയി കാണുക മാത്രമേ ചെയ്തുള്ളൂ, വിജയിനെ ബ്ലെയിം ചെയ്തില്ല, ഇങ്ങനെയൊക്കെയാ പറയണത്. എന്തും കൊണ്ടോ വിജയിനെ ബ്ലെയിം ചെയ്യാത്തത്? കാരണം പോലീസുകാർ മൊത്തം സ്റ്റാലിന്റെ കയ്യിലാണ്. സ്റ്റാലിനാണ് ശരിക്കും പറഞ്ഞാൽ പോലീസുകാരെ വിജയിന്റെ അടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്. വെറും 10,000 പേർക്ക് 500 പോലീസിനെ സ്റ്റാലിൻ പറഞ്ഞയച്ചത് പോരാത്തതിന് 25,000 പേരും പറഞ്ഞു. അപ്പൊ ഓട്ടോമാറ്റിക്കലി വിജയ് എന്തായാലും ഇത് എടുത്തിട്ട് ഇനി ഭാവിയിൽ സ്റ്റാലിനെ കുറ്റം പറയുക ചെയ്യാം. അടുത്ത സ്പീച്ചിൽ വിജയ് എന്തായാലും മരിച്ചവർ ഒരു മെട്രോയിൽ അവൻ എന്റെ പൊളിറ്റിക്കൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ ജീവൻ തന്നെ എനിക്ക് ബലി കഴിപ്പിച്ചു, അതിന് ഞാൻ ഉത്തരവാദിയാണ്, അതുകൊണ്ട് അവരുടെ വീട്ടുകാരുടെ ഉത്തരവാദിത്തം എല്ലാം ഞാൻ ഏറ്റെടുക്കും, അവരുടെ ഒരു മകനായിട്ട് അവരുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും എന്നൊക്കെ എന്തായാലും വിജയ് പറയും.